അലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വളരെ ടേസ്റ്റിയായി എന്നാൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന തേങ്ങ വറുത്തരച്ച് വെച്ച അടിപൊളി ടേസ്റ്റിയായ മീൻകറി റെസിപ്പിയാണ്. എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. തുടക്കം മുതൽ അവസാനം വരെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണട്ടോ. അടിപൊളി റെസിപ്പിയാണ്. 500 ഗ്രാം സ്രാവാണ് കേട്ടോ. നന്നാക്കിയതാ കഴുകിയതാ വൃത്തിയാക്കി വെച്ചു. അങ്ങനെ ഒരു ചീഞ്ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തു. പാകത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു. പിന്നെ അരമുറി നാളികേരമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ചെറുള്ളി ഒരു 5-10 ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു 5-6 ചേർത്ത് കൊടുത്തു. പിന്നെ പെരിഞ്ചീരകം ഇട്ടൊന്ന് ചൂടാക്കിയ ശേഷം തീയൊക്കെ ഒന്ന് കുറച്ച് വെച്ച് 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ 4 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ഇട്ടൊന്ന് ചൂടാക്കുക കേട്ടോ. എന്നിട്ട് തണുപ്പിച്ച ശേഷം മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തു. പാകത്തിന് വെള്ളവും ഇഞ്ചി പേസ്റ്റൊക്കെ ചേർത്ത് സെറ്റാക്കി വെച്ചിട്ടോ. ഇനി നമുക്കത് മിക്സി ജാറിലിട്ട് ഒന്ന് വെണ്ണ പോലെ അടിച്ചെടുക്കണം. അങ്ങനെ ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ചു. പാകത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടോ. ഉലുവ ചേർത്ത് കൊടുത്ത് ഒന്ന് പൊട്ടിച്ച ശേഷം ചെറുള്ളിയും തക്കാളിയുമാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. കറിവേപ്പിലയും ചെറുള്ളി ഒരു 10 അരിഞ്ഞതും ഒരു തക്കാളി അരിഞ്ഞതും കറിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുത്തിട്ടോ. എന്നിട്ട് നന്നായി അങ്ങോട്ട് വഴറ്റുക കേട്ടോ. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ച തേങ്ങാക്കൂട്ടില്ലേ അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി അങ്ങോട്ട് മിക്സാക്കുക കേട്ടോ. നന്നായി മിക്സാക്കിയ ശേഷം അതിലേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞത് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായി അങ്ങോട്ട് മിക്സാക്കുക. എന്നിട്ട് അതിലേക്ക് പാകത്തിന് ഉപ്പും പച്ചമുളകും ചേർത്ത് നന്നായി അങ്ങോട്ട് മിക്സാക്കുക. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വേണം കാണുവാൻ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് കേട്ടോ. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അങ്ങനെ മിളകിൻ്റെ കുത്തൊന്ന് ഒതുങ്ങുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് 2 ചുള കുടംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഫ്രഷ് സ്രാവ് നന്നാക്കി കഴുകി വൃത്തിയാക്കി വെച്ചത് അതിലേക്ക് ചേർത്ത് കൊടുത്തു. അങ്ങനെ ചാറൊക്കെ നല്ല വെട്ടി തളച്ച് നന്നായി കുറുകി മീനൊക്കെ വെന്ത് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. സെറ്റായി വന്നു. ഇനി നമുക്ക് അതൊന്ന് തൂളിച്ചെടുക്കണം. കറിയൊക്കെ തൂളിക്കണ്ടേ. ഇനി നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചെടുക്കാം. പാകത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് ചെറുള്ളി അരിഞ്ഞതും കറിവേപ്പിലയൊക്കെ ഇട്ടൊന്ന് കറിയൊക്കെ ഒന്ന് തൂളിച്ചെടുക്കാം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വേണം കാണുവാൻ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് കേട്ടോ. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഇനി അടുത്തൊരു വീഡിയോയുമായി ഞാൻ വരാം. ബൈ.